ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. 2019 നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഈ 2019 എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ 2019ലാണ്. ഇപ്പോൾ 20,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അതുകൂടാതെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ബോട്ട് നെക്കാണ്. വളരെ ഈസിയായും എന്നാൽ സിമ്പിളായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്കാണ്. നമ്മൾ സാധാരണ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്രയാണോ അളവെടുക്കുന്നത് ആ അളവ് തന്നെയാണ് എല്ലായിടത്തും ചെയ്യേണ്ടത്. പക്ഷെ കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ മാത്രം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. നിങ്ങൾ എത്രയാണോ സാധാരണ കൈക്കുഴി എടുക്കുക അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്താൽ മതി. അതങ്ങനെ ചെയ്യുന്നത് നെക്കിൻ്റെ ഇറക്കം കുറയുമ്പോൾ നമുക്ക് ഒന്ന് ടൈറ്റ് ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കൈക്കുഴിയിൽ ഇറക്കി കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ ഞാൻ ഷോൾഡർ 7 ഇഞ്ച്, അതുപോലെ തന്നെ കൈക്കുഴിയും 7 ഇഞ്ചാണ് എടുക്കുക. പക്ഷേ ഇവിടെ ഞാൻ ഷോൾഡർ 7 ഇഞ്ച് തന്നെയാണ് എടുത്തത്, പക്ഷേ കൈക്കുഴി 7.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൈക്കുഴിയിൽ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക, അത്രയേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഷോൾഡർ എത്രയാണ് വരുന്നത് എന്നാണ് കറക്റ്റ് നോക്കേണ്ടത്. ഷോൾഡർ ഈ കൈക്കുഴിയുടെ പോയിന്റിൽ നിന്നും അങ്ങോട്ടേക്ക് 2.5 ഇഞ്ച്, അതായത് ഷോൾഡർ പോയിന്റ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം എത്രയാണോ വരുന്നത് അത് മുഴുവനും നെക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ബോട്ട് നെക്കിൻ്റെ കറക്റ്റ് അളവ്. നമുക്ക് ഇതേപോലെ കണ്ടോ, ഈ ഒരു സൈഡിൽ കറക്റ്റ് 2.5 ഇഞ്ച് വെച്ചതിന് ശേഷം അവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ പോയിന്റ് ആർക്കും ഏതൊരളവിലും 2.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. അതിൽ കുറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ 3 ഇഞ്ച് ആവാൻ പാടില്ല. പിന്നെ തീരെ ചെറിയ സൈസ്, അതായത് സ്മോള്, അതുപോലെ നല്ല ചെറിയ സൈസ് ആണെങ്കിൽ മാത്രം ഒരു 3 ഇഞ്ച് എടുക്കാം നമുക്ക്. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ. അതിനുശേഷം ബാലൻസ് വരുന്ന 4.5 ഇഞ്ചാണ് എൻ്റെ നെക്കിൻ്റെ വീതി വരുന്നത്. ഈ 4.5 ഇഞ്ചാണ് ഞാൻ ബോട്ട് നെക്കിന് എടുക്കുന്ന വീതി. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ 5 ഇഞ്ച് വരെ എടുക്കാം. പക്ഷേ 2.5 ഇഞ്ച് ഷോൾഡർ പോയിന്റ് കറക്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൃത്യമായ ബോട്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിലൊരു 1/2 ഇഞ്ച് കുറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല, 2 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, പക്ഷെ കൂടാൻ പാടില്ല. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം നോക്കാം. സാധാരണ ഞാൻ 6 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം എടുക്കുക. പക്ഷെ ഇത് ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 3 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഷോൾഡർ 2.5 ഇഞ്ചായിരിക്കണം, അതിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ കൈക്കുഴിയിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടാം. ഈ ഷോൾഡർ പോയിന്റിൽ നിന്നും ബാലൻസ് വരുന്നതൊക്കെ നമുക്ക് നെക്കായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളിവിടെ ക്യാൻവാസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 4.5 ഇഞ്ച്, അതായത് എൻ്റെ നെക്കിൻ്റെ അളവാണ്, ആ 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു കണ്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. ഇറക്കം ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2 ലൈൻസും തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതായത് കഴുത്തിൻ്റെ നീളവും വീതിയും ജോയിൻ്റ് ചെയ്ത് ഇതേപോലെ ഒരു ബോക്സാക്കി മാറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കോർണർ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മാത്രം കയറ്റി വെക്കുക. കാരണം നെക്കൊന്ന് ഡീപ്പായിട്ട് വന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് ലഭിക്കൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ്, ഏതാണ്ട് ഒരു സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് കണ്ടോ, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. ഇതിന് കൃത്യമായ ഒരു അളവ് പറഞ്ഞു തരാനൊന്നുമില്ല, ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഒന്ന് വരയ്ക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇനി നെക്കിന് ചുറ്റും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്ത ആ പോയിന്റ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ വശത്താണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തത്. അതിനുശേഷം താഴെ 1 ഇഞ്ച് വിട്ട ആ ഒരു പോയിന്റ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ ആ നെക്ക് കട്ട് ചെയ്ത് ഫിനിഷ് ആയാലുണ്ടാവുക. ഇനി നമുക്ക് ഏത് ക്ലോത്തിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത് ആ ക്ലോത്ത് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ ഷൈനിങ് വരുന്ന ഭാഗം ക്ലോത്തിൽ മുട്ടുന്ന വിധം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ഇതിൽ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ താഴ്വശത്ത് ചുറ്റും ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഒരു റൗണ്ട് കൂടി ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ
ആ ഒരു ക്ലോത്തിൽ നിന്നും കറക്റ്റ് ആ ലാസ്റ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കും. ജസ്റ്റ് ആ ഒരു വലിപ്പേ നമുക്ക് വേണ്ടു. അതിനുശേഷം കണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ക്യാൻവാസ് നേരത്തെ സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടാവാതെ വേണം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാൻ. അതിനുശേഷം കണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ നീറ്റിൽ വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നതാണ്. കണ്ടോ ഇവിടെ ഞാൻ സെൻറ്റർ പോയിൻ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും ഞാൻ സെൻറ്റർ പോയിൻ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് മോശം വശത്താക്കിയെടുക്കാം. അതിന് മുന്നേ തന്നെ കണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നെക്ക് മറിച്ചിടാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഇപ്പോൾ നമ്മൾ നെക്ക് കറക്റ്റായി മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കവിടെ സാധാരണ നെക്കിന് ചെയ്യുന്നത് പോലെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ ബോട്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ നെക്കിൻ്റെ താഴ്വശത്ത് എന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ച് ഓപ്പണിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പാണ് ചെയ്യുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാൻവാസാണ്. സാധാരണ നെക്ക് ഇറക്കം 6 ഇഞ്ചാണ് ഞാൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 3 ഇഞ്ചിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴേക്ക് 6 ഇഞ്ച് വരെ വരുന്ന വിധത്തിൽ മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 ഇഞ്ച് ഇറക്കത്തിൽ മാത്രമേ ഈ ഹേർട്ട് ഷേപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ട് കറക്റ്റ് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. മുകളിൽ 1 ഇഞ്ച് വിട്ടതിന് ശേഷം താഴേക്ക് 2 ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം ജസ്റ്റ് കണ്ടോ ഇതേപോലെ ഒന്ന് ഹേർട്ട് ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. നല്ല ഡീപ്പ് ഹേർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രണ്ട് പോർഷൻ ഒന്ന് നന്നായി കുഴിച്ച് ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സിമ്പിൾ ഹേർട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പിറകെ ഞാനൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ വീണ്ടും വരച്ചു കൊടുത്തു. കണ്ടോ 2 ഇഞ്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്കിൻ്റെ ഇറക്കം കൂടിയാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും, ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കറക്റ്റ് 2 ഇഞ്ച് വിടുന്നത്. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് മാർക്ക് ചെയ്ത ആ ഒരു 1/2 ഇഞ്ച് കൂടി കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇങ്ങനെയാണ് ഹാർട്ട് ഷേപ്പ് വരുന്നത്. ഇനി നമുക്കിതുപോലെ ഒരു ക്ലോത്തിൽ ഇത് വെച്ചിട്ട് നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കാം. കണ്ടോ അയൺ ചെയ്തെടുത്തത് കൂടാതെ പുറത്തൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ക്ലോത്ത് കട്ട് ചെയ്തു. എന്നിട്ട് ഇത് കണ്ടോ ഇതേപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചുറ്റും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ആയിരിക്കണം. ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. മുഴുവനായിട്ടും നല്ല ഷേപ്പിൽ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ പിറക് വശത്തുള്ള ആ ക്യാൻവാസ് പീസ് അതേപോലെ അവിടെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ പോവും. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 2ആയി പിടിച്ചതിന് ശേഷം ഉൾവശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിത് കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉൾവശത്തേക്ക് ഒന്ന് മറിച്ചിട്ടെടുക്കാം. നമ്മുടെ ഹെഡ് ഷേപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ ചുറ്റും നമുക്ക് 1 or 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിന് ചുറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം ചുരിദാർ കാർണിവലിൻ്റെ പുതിയൊരു വീഡിയോവുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.